ഹലോ, അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് കറി വയ്ക്കാനായിട്ട് നല്ല മുട്ടൻ കരിമീനുകളാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വെട്ടിത്തേച്ച് കഴുകിയെടുത്തിട്ട് നമുക്ക് കറിയും ഉണ്ടാക്കാം, കുറച്ച് വറുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് വെട്ടിയെടുക്കുമ്പോഴത്തേക്കും എനിക്ക് കാണാൻ കരിമീനൊക്കെ തന്നെയാണെങ്കിലും വെട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ ആ ഫ്ലഷൊക്കെ കണ്ടിട്ടേ കരിമീനിനെ പോലെയല്ല കേട്ടോ തോന്നിയത്, പിലോപ്പിനെ പോലെയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞാനതെല്ലാം വെട്ടിത്തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചെടുത്തിട്ട് നമ്മൾ വറുക്കാനുള്ളതിലേക്ക് മസാലയൊക്കെ പുരട്ടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ പുരട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ തന്നെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ അകമൊക്കെ കാണുമ്പോഴും പിലോപ്പിനെ പോലെയാണുള്ളത്, കരിമീനല്ല എന്നൊക്കെ. പിന്നെ അത് മസാലയൊക്കെ പുരട്ടി അധികം നേരം വെക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉച്ചയ്ക്ക് ചോറുണ്ടാനുള്ള സമയമൊക്കെ ആവാറായപ്പോൾ അതിന് പെട്ടെന്ന് തന്നെ വറുക്കാനിട്ടിട്ട് കറി വെക്കാനുള്ള പണിയാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ കടുകുലിയൊക്കെ പൊട്ടിച്ച് പച്ചമുളകും ഉള്ളിയും കറിവേപ്പിലയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ മീനൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് അധികം മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് കഴിക്കാനാണ് ടേസ്റ്റ്. അങ്ങനെ ഉള്ളി വഴണ്ടി വന്നപ്പോഴത്തേക്ക് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പുളി അധികം വെള്ളത്തിലിട്ട് വയ്ക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതായിരുന്നു, തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലൊരു കുഞ്ഞു മുട്ടയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് ആ കാണുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കറിയൊക്കെ തിളപ്പിച്ച് മാറ്റി പെട്ടെന്ന് തന്നെ ചോറ് കഴിക്കാനെടുത്തേ. ചേട്ടന് പോകാൻ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക്. പിന്നെ ഇന്നലത്തെ നമ്മുടെ ബീഫും കപ്പ ഉണ്ടാക്കിയ കറിയും ബാലൻസ് ഉണ്ടായത് നമ്മളൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് ഉച്ചയ്ക്ക് ഇരുന്ന് ചോറൊക്കെ കഴിച്ചു. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്